ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ മാമൻ്റെ മോനും ഫാമിലിയാണ് നമ്മുടെ ഗസ്റ്റ്. മാളു കോയമ്പത്തൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടെ തിരിച്ചു കൊണ്ടുവരുന്ന വഴി ഇത് കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും കൂടിയും പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ ഇറങ്ങി. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് അവരിവിടെ വന്നത് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് അന്നും പോയത്. ഇന്നിപ്പോൾ ഒരു ദിവസം നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതാ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് തറവാട് കേട്ടോ. അപ്പോൾ തറവാടൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മൾ ഓരോന്നോരോന്ന് കാണിച്ച് വരുന്നല്ലേ ഉള്ളൂ. പാറക്കുട്ടി താഴത്തുനിന്ന് ഇങ്ങോട്ട് കയറി വേഗം വാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കയറി പോന്നിട്ടുണ്ട്. മുറ്റത്ത് നിറയെ തുളസിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തുളസി ഒന്നും അമ്മ പറിച്ച് കളയില്ല കേട്ടോ. കാരണം ഐശ്വര്യത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞ് ഒന്നും പറിച്ചു കഴിഞ്ഞാൽ അഥവാ പറിച്ചാൽ തന്നെ ആ മുകളിൽ വീട്ടിൽ കൊടുന്ന് കുഴിച്ചിടുകയും ചെയ്യും. പിന്നെ അമ്മേൻ്റെ കോഴിക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. എന്തോ ഇങ്ങനെ തൂങ്ങി നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അതിന് മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതാ നേരെ കൂട്ടിലേക്ക് ആക്കണുണ്ട് കേട്ടോ. പിന്നെ അതാ അമലും ഹൃതിക്കും പാറുവും കൂടെ നല്ല കളിയാണ് റോട്ടിൽ. ഹൃതിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞത് ആ മൂന്നാൾ നല്ല കളിയായിരിക്കും. പിന്നെ സാജൻ ചേട്ടനൊക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡ്രസ്സൊക്കെ. മാളൂനും ഞങ്ങളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാത്തതുകൊണ്ട് അത് പിന്നെ ഏട്ടനും സാജൻ ചേട്ടനും കൂടെ പോയിട്ട് മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതല്ല. കാരണം ഉണ്ടാക്കാനുള്ളൊരു സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് ഒരുപാട് നേരമായി. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ എനിക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ വെച്ച് വിളമ്പി കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. കഴിഞ്ഞ തവണ അവർ വന്നപ്പോൾ ഞാൻ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിന്നാൽ നമുക്ക് അവരുടെ അടുത്ത് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതാണ് കാരണം 2 വർഷം കൂടിയിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവില്ലേ. പിന്നെ ഏട്ടനും ചേച്ചിയും മോളൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ നമ്മളടുത്ത്. എൻ്റെ വ്ളോഗൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. വ്ളോഗിൽ ഞങ്ങളെയൊക്കെ കാണണം കേട്ടോ. ഞങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യാറുണ്ട്. ഇനി നീ ഞങ്ങളെ വ്ളോഗിലിട്ടില്ലെങ്കിൽ ഞാൻ ലൈക്കും ഷെയറൊന്നും ചെയ്യില്ല എന്നൊക്കെ ഏട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. പിന്നെ മാളും പാറും കൂടെ നല്ല കമ്പനിയായി രാത്രി കേട്ടോ. രാത്രി മാളുവിനെ കിടക്കാനയക്കാതെ പാറു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി കിടന്നോട്ടെ ഇനി പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പിന്നെ പുലർച്ചെ ഒരു 5-5:15 ആയപ്പോൾ അവർ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. വേറെ ഒന്നുമല്ല, ഒരുപാട് ലോങ് ആണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് ലോങ് ഡ്രൈവ് തന്നെ വേണം. അപ്പോൾ അച്ഛനും അമ്മയും കൂടിയും കൂടെ പോകുന്നുണ്ട്. അവിടെ അമ്മാവനും അമ്മായിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോയുമ്പോൾ അവർക്ക് ട്രെയിനിൽ പോരാമല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ കാറിൽ സുഖമായിട്ട് പോവുകയും ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഏട്ടൻ പറയുകയാണ് ഞങ്ങളൊക്കെ വ്ളോഗിൽ വേണട്ടോ എന്ന് പറഞ്ഞപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടനോടും ചേച്ചീനോടൊക്കെ ഒരുപാട് സന്തോഷം, വന്നതിലും കണ്ടതിലും നിന്നതിലും ഞങ്ങളോട് കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം. വേറെ ഒന്നും പറയാനില്ല. കാരണം ഇതുപോലെയൊക്കെ നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തുമ്പോഴാണല്ലോ ലൈഫ് എൻജോയ്ഫുൾ ആവുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞു പോയി. എല്ലാവർക്കും ബായ്.